ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹത്തെ വന്നെനിക്ക് ഒരു പ്രാവശ്യം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ എബ്രായ ലേഖന കർത്താവ് അതായത് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ഹല്ലേലൂയ ജാതിക്കാർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം, ഹല്ലേലൂയ നിങ്ങൾ മടുത്തു പോകാതെ എന്ത് ചെയ്യണം, വിശ്വാസം ഉറച്ചു നിൽക്കണമെന്ന് പറയുകയാണ്. ഈ എബ്രായ ലേഖനം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ പ്രയാസങ്ങളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും വിശ്വാസം ഉറച്ചു നിൽക്കുവാനുള്ള ആഹ്വാനം അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പീഡനങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന യഹൂദ ക്രിസ്ത്യാനി, അതായത് യഹൂദ ജനത്തിൽ നിന്ന് യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനിത്വം അതായത് യേശുക്രിസ്തുവിന്റെ പാതയിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനികളോട് ഈ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ പഴയ വഴികളിൽ നിന്ന് മടങ്ങി വരേണ്ടതിന്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് പറയുകയാണ് എന്ത് ചെയ്യണം, നിങ്ങൾ മടങ്ങി വരിക എന്നുള്ളത്. എബ്രായ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസം വീരന്മാരെ കുറിച്ചും ഒക്കെ പറയുന്ന ഹല്ലേലൂയ ഒരു ലേഖനമാണ്. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബലഹീനമായ കൈകൾ തളർന്നു പോയ കാലുകൾ എന്ന് വെച്ചാൽ മുന്നോട്ട് നടക്കാൻ കഴിയാതെ വേണം എന്ത് ചെയ്യുക, ക്ഷീണിച്ച് തളർന്നു പോയി ഇനി വയ്യ, മുന്നോട്ട് വയ്യ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഹല്ലേലൂയ ഇനി മുന്നോട്ട് എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് വെച്ചാൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കയറി വരുമ്പോൾ, നമുക്ക് ചുമക്കുവാൻ കഴിയാത്ത വേദനകൾ ചെയ്ത് കയറി വരുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം ഭക്തരായ മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മതി യഹോവേ എന്നെ എന്ത് ചെയ്യും എടുത്തോളൂ. നമുക്കറിയാം ഏലിയാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണ് അതുള്ളത്. 17, 18, 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നോക്കുക, ഇവിടെ തളർന്നു പോയൊരു മനുഷ്യൻ, വീണുപോയൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ തൻ്റെ മരണഭയം തൻ്റെ അകത്ത് കയറിയപ്പോൾ താൻ തളർന്നു പോകും. നമുക്കറിയാം ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ല, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ല അത് ഈ ആണ്ട് എന്ത് ചെയ്യുക, മഞ്ഞും മഴയും അയക്കുകയില്ല. അത് പറഞ്ഞ ശേഷം എന്ത് ചെയ്തു, ഹല്ലേലൂയ ഈസബേൽ അതായത് ആഹാബിന്റെ ഭാര്യയായിരിക്കുന്ന ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഇസബേൽ ഹല്ലേലൂയ തനിക്ക് നേരെ എന്ത് ചെയ്യുക, വധഭീഷണി മുഴക്കുകയാണ്. ഏലിയാവിന്റെ അടുക്ക് ദൂതനെ അയച്ചിട്ട് പറയുകയാണ്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരൊരുത്തിന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ അവൾ സേവിക്കും ദേവന്മാർ അവളോട് തക്കവണ്ണം അധികം ചെയ്യുന്നു പറഞ്ഞാൽ ആ ദേവന്മാരുടെ നാമത്തിൽ അവൾ സത്യം ചെയ്ത് പറയുകയാണ്, എന്ത് ചെയ്യുക, ഈ കൊട്ടാരത്തിനകത്ത് വന്ന് ദൈവത്തിന്റെ നാമത്തിൽ കയറി വന്നവനല്ലേ നീ, എന്ത് ചെയ്യുക, നീ ദേശത്തിന്റെ ഹല്ലേലൂയ എന്ന് വെച്ചാൽ ദേശത്തിലേക്ക് മഴ പെയ്യാക്കണം, നീ ആകാശം അടച്ചു കളയുവാൻ നിനക്ക് അധികാരം ലഭിച്ചതല്ലേ, ഞാൻ നിന്നോട് പറയാം എന്ത് ചെയ്യുക, നീ ഇത് ചെയ്തെങ്കിൽ ഞാൻ നിന്റെ ജീവനെ എടുക്കും. ദൈവത്തിന്റെ നാമത്തിൽ ശക്തനായി ഹല്ലേലൂയ അധിക ദൂരം ഓടിയ ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ തൻ്റെ ശക്തിയോടെ ദൈവത്തിന്റെ വാക്ക് കേട്ട് മറുതലിക്കാതെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഓടിയ മനുഷ്യൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി ദൈവശബ്ദം പറഞ്ഞിട്ട് തന്നെ തിരിച്ചിറങ്ങിയപ്പോൾ എന്ത് ചെയ്ത, തനിക്ക് ഹല്ലേലൂയ അനുകൂലമായ ഈ പ്രവചന ശബ്ദം കേട്ട് തിരിച്ചു വന്നപ്പോൾ തനിക്ക് ലഭിച്ചത് അനുകൂല സാഹചര്യങ്ങളല്ല, പകരം പ്രതികൂല സാഹചര്യങ്ങളാണ്. പ്രതികൂലത്തിന്റെ ശബ്ദമാണ് ഏലിയ പ്രവാചകൻ കേൾക്കേണ്ടി വന്നത്. ഹല്ലേലൂയ
താനെന്ത് ഭയന്നു പോയി. ദൈവശബ്ദം കേട്ടുന്ന മനുഷ്യന്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യനെ തന്നെ കൊല്ലുമെന്നുള്ള ആ ഭയം തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, താൻ ഭയന്നു പോയി. എന്നിട്ട് നമുക്ക് കാണുവാൻ കഴിയും, മരുഭൂമിയിൽ പോയി ഒരു ദിവസത്തെ വഴി ചെന്ന ഒരു ചൂരച്ചെടി തണൽ എന്ത് ചെയ്യുക? ഇരുന്ന് മരിപ്പാനിച്ച്. നോക്കുക, തളർന്നു പോയ കൈകൾ. ഹല്ലേലൂയ, എന്ത് ചെയ്യും? തളർന്നു പോയി താൻ. ഹല്ലേലൂയ, അവിടെ എൻ്റെ മരിപ്പാനിച്ചു. ഹല്ലേലൂയ, മതി യഹോവേ, ഇപ്പോൾ മതി, എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറയുക. നോക്കുക, തളർന്നു പോയി. ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഹല്ലേലൂയ ജീവിപ്പിക്കാൻ കഴിയും. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? ഏലിയാവ് ഇവിടെ എന്ത് ചെയ്തു? ക്ഷീണിച്ചു പോയി. ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ തൻ്റെ അധികാരത്തെ, തനിക്ക് എത്രത്തോളം ദൈവം കൊടുത്ത അധികാരമുണ്ടെന്ന് എന്ത് ചെയ്തു? മറന്നുപോയി. തൻ്റെ ദൈവം കൊടുത്ത അധികാരത്തെക്കാൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയൊക്കെ തൻ്റെ ജീവന് എന്ത് ചെയ്തു? ഹല്ലേലൂയ, ജീവന് വിലയുള്ളതായി കണ്ടു. അവസാനം പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനെ വിലയേറിയതായി കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഏലിയാവ് തൻ്റെ ജീവനെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുന്നതിനോട് ഭാരപ്പെട്ട് അല്ലെങ്കിൽ മരുഭൂമിയിൽ പോയി. ഹല്ലേലൂയ, ഇവിടെ പറയും ഇസബേൽ കൊല്ലുന്നതിന്റെ പേടിയിലാണ് എന്ത് ചെയ്ത് താനായിരുന്നെങ്കിലും പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? അവള് കൊല്ലുന്ന അവളുടെ കൈ കൊണ്ട് ഞാൻ മരിക്കാതെ എന്ത് ചെയ്യുക? എനിക്ക് സ്വയം മരിക്കാൻ ദൈവം എന്ത് ചെയ്യും? ദൈവം കൊല്ലണമെന്നാണ് ഏലിയ പറയുന്നത്, അല്ലേ? നമുക്ക് മതി യഹോവേ എന്ത് ചെയ്യുക? മതി, എൻ്റെ പ്രാണൻ എടുത്തോളണം എന്ന് വെച്ചാൽ അവൾ എന്നെ കൊല്ലും. എന്ത് ചെയ്യുക? അതിനു മുമ്പ് ദൈവം കൊല്ലണം. നോക്കുക, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി എന്ത് ചെയ്യുക? തിരിച്ച് ക്ഷീണത്തോടെ ഒരു പ്രതിസന്ധി കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, താൻ ഭയപ്പെട്ട് എന്ത് ചെയ്തു? പ്രിയരെ, ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളിൽ ദൈവം എന്തെങ്കിലും അള്ളിച്ചു കേട്ട് ഒരു വ്യക്തിയോട് ഹല്ലേലൂയ അല്ലെങ്കിൽ സഭയോട് നിങ്ങളുടെ കൂട്ടുള്ള ആരോടെങ്കിലും ദൈവം എന്തെങ്കിലും സംസാരിക്കണം പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുതോ, നിങ്ങളെ അവർ ഉയർത്തുമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രതികൂലമുണ്ട്. നമുക്കത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തതെങ്കിൽ, ദൈവ ശബ്ദം പുറപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യും? പിശാചിന് അതിഷ്ടമല്ല. ഹല്ലേലൂയ, എന്ത് ചെയ്യും? അവൻ നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളയോ ശ്രമിക്കും. ഹല്ലേലൂയ, എന്നാൽ എന്ത് ചെയ്യണം? അത് കേട്ട് നീ ഭയപ്പെട്ടു പോരി നിന്റെ ഭവനത്തിനകത്ത് നിന്റെ റൂമിൽ ഒളിക്കുവാനല്ല, നിന്റെ ഭവനത്തിൽ ഒളിക്കുക. ഇനി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നില്ല കർത്താവേ, ഈ പ്രതികൂലം എനിക്ക് സഹിക്കാൻ വേണ്ടുണ്ട്, എനിക്ക് ഇനി ശുശ്രൂഷകളൊന്നും വയ്യ, വേണ്ട എന്ന് പറഞ്ഞ് ഒതുങ്ങി പോകുവാനല്ല പ്രിയ കുഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഹല്ലേലൂയ, ചുരച്ചെടിക്കട്ട. എന്നിട്ട് ദൈവം നമുക്കറിയാം തിരുവചന പുസ്തകത്തിൽ ഏലിയാവ് മരിച്ചതല്ല, ജീവനോടെ സ്വർഗത്തിൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പക്ഷെ അതിന്റെ മരണം എന്നുള്ളത് എന്ത് ചെയ്യുക? ഏലിയാവിന്റെ ജീവിതത്തിൽ ഇല്ല. പക്ഷെ ഏലിയാവ് അതറിയാതെ എന്ത് ചെയ്യുക? മരണം ആഗ്രഹിക്കുകയാണ്. അല്ലെ, ശൂരച്ചയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടിയുണ്ട്. ദൈവത്തിന്റെ യാത്ര ചെയ്യുവാൻ, ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ. പക്ഷെ എന്നാലും ഒരു സ്ത്രീയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? ഭയന്ന് പോയി. ഹല്ലേലൂയ, ദൈവം എന്നിട്ട് എന്ത് ചെയ്യും? ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ, ദൈവം അതിന് കന്മേൽ ചുട്ട എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലുള്ള വചനം. ഹല്ലേലൂയ, അടയും ഒരു തുരുത്തി വെള്ളം അതവിടെ തുരുത്തിയിലെ കാണിക്കുന്നെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നത്. നിത്യജീവൻ മൊഴികളെ കുറിച്ച് അവിടെ ജീവന്റെ ജലം. ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ഭൗതികമായി നാം നോക്കുമ്പോൾ അക്ഷരാർത്ഥം നോക്കുകയാണെങ്കിൽ അത്, പക്ഷെ എന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവവചനം, അതായത് പരിശുദ്ധാത്മാവിന്റെ ജലം. ഹല്ലേലൂയ, കർത്താവ് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരുവിന്റെ ക്ഷീണം മാറ്റുന്ന ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവൻ തിന്നും കുടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? മരിക്കുവാൻ കിടന്ന് ഉറങ്ങിയവൻ എന്ത് ചെയ്തു? ഈ ആഹാരം ഇരിക്കുന്ന കണ്ടപ്പോൾ തനിക്ക് കഴിക്കണം, തന്റെ ക്ഷീണം നിമിത്തം, ശരീരത്തിന്റെ ബലഹീന നിമിത്തം തനിക്ക് കഴിച്ചു. കഴിച്ച് പിന്നെയും കിടന്നുറങ്ങി. ഹല്ലേലൂയ, എന്നിട്ട് രണ്ടാം പ്രാവശ്യം വന്ന് എഴുന്നേൽക്കുക, ദൂരയാത്ര കൊണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ അവന്റെ അകത്ത് ഹല്ലേലൂയ. ഒരു മനുഷ്യന് പുറത്തേ ക്ഷീണമുണ്ടെങ്കിൽ അവൻ തളർന്നു. പക്ഷെ എന്നാൽ ഈ ഏലിയാവിന് കൊടുത്തിരിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് അവന്റെ പുറത്തെ മനുഷ്യനെ ക്ഷീണം മാറ്റുമല്ല, അവന്റെ അകത്തെ മനുഷ്യൻ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി അവന് നൽകിക്കൊടുത്തത്. അവന് അധികാരം അഭിഷേകം കർത്താവ് ചെയ്തു. അല്ലെ, ഒന്നാം പ്രാവശ്യം തളർന്നു കിടന്ന് ഉറങ്ങിയവൻ രണ്ടാം പ്രാവശ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തെടുക്കേണ്ട അധിക ശുശ്രൂഷ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടതിന്
അടുത്ത തലത്തിലേക്ക് ശുശ്രൂഷകന്മാരെ അഭിഷേകം ചെയ്യേണ്ടതിന് ദൈവം ഹല്ലേലൂയ ഏലിയാവിനെ ഒരുക്കിയെടുത്തു. ഹല്ലേലൂയ തിന്ന് കുടിച്ച് 40 ആഹാരത്തിന്റെ ബലം കൊണ്ട് നോക്കുക, 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഓരേബോളം നടന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ ആത്മാവിന്റെ ബലം ഏലിയാവിന്റെ മേൽ പകർന്നപ്പോൾ ഹല്ലേലൂയ തന്റെ ക്ഷീണങ്ങൾ മാറി, ഹല്ലേലൂയ തന്റെ അവസ്ഥ ചേഞ്ച് വന്നു, തന്റെ ഹല്ലേലൂയ സാഹചര്യം മാറി. എന്ത് ചെയ്യും? ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഏലിയാവിന് പിന്നെ ആരെയും ഭയന്നില്ല കേട്ടോ. ഏലിയ പിന്നെ ആരെയും ഭയന്നതായിട്ട് ബൈബിൾ പറയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരിക്കലും അവനും ഭയന്നു, മാനുഷികമായി ഭയന്നു പോയി. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്ക് യാക്കോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ചോദിച്ചാൽ, ഏലിയാവ് ഭയപ്പെട്ട് എന്ത് ചൂരച്ചെടിയുടെ നടുവിൽ ഉറങ്ങി. നമ്മളും എന്താ അതുപോലെ ഉറങ്ങുന്നവരല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്താ ഉപേക്ഷിക്കുന്നത്? ആഹാരമാണോ ഉപേക്ഷിക്കുന്നത്? അല്ല. നമ്മൾ വസ്ത്രമാണോ ഉപേക്ഷിക്കുക? അല്ല. നമ്മൾ എന്താ ഉപേക്ഷിക്കുന്നത്? നമ്മൾ ഉറക്കം ഉപേക്ഷിക്കാനല്ല. നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തോടുള്ള ബന്ധമാണ് നാം ഉപേക്ഷിക്കുന്നത്. പ്രിയരെ, പിശാച് നമ്മളെ ഹല്ലേലൂയ കലക്കി കളയാൻ വേണ്ടിയാ. പിശാച് നമ്മുടെ ചിന്തയെ ഹൗവായെ ചതിച്ചതുപോലെ നമ്മളും ദൈവത്തിന്റെ ഏകാഗ്രത വിട്ട് വഷളായി പോകാൻ ഇടയാകരുത്. അതിവിടെ പറയുകയാണ്, നിങ്ങൾ തളർന്ന കൈകളെ എന്ത് ചെയ്യണം? നിങ്ങൾ ബലപ്പെടുത്തണം. ഇവിടെ പറയുകയാണ്, മുടന്തുള്ള എന്ന് വെച്ചാൽ കുഴഞ്ഞ മുഴങ്ങ നിവർത്തുന്ന സമയമായി കേട്ടോ. ഇനിയും തളർന്നിരിക്കുവാനല്ല, ഇനിയും കുഴഞ്ഞിരിക്കുവാനല്ല, ഇനി മുടന്തിയിരിക്കുവാനല്ല. എന്ത് ചെയ്യണം? ഓടുവാനുള്ള സമയമായി. അതുകൊണ്ട് ഹല്ലേലൂയ ഈ തിരുവചനം പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ എഴുന്നേൽപ്പാൻ ഇടയാകണം. ദൈവത്തിന്റെ വരവേറ്റം അടുത്തിരിക്കുന്നു. ഇനി ഉറങ്ങുവാനല്ല കേട്ടോ, ഇനി ക്ഷീണിച്ചു പോകാനല്ല, ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുവാനല്ല, മറ്റുള്ള കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുവാനല്ല. നിനക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ, നിനക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ കർത്താവ് ഹല്ലേലൂയ നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമോ? ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമോ? ഒന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുമോ? ഒന്ന് ദൈവജനത്തോട് മറുതലിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുമോ? മറ്റുള്ള കുറ്റങ്ങൾ പറഞ്ഞു നിൽക്കാതെ, മറ്റുള്ളവർ അങ്ങനെ ചെയ്യാതെ പറയാതെ ഈ ദിവസങ്ങൾ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുമോ? നിന്നിലൂടെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ദൈവമായ കർത്താവ് നമ്മെ ഇവരെ സഹായിക്കട്ടെ. ആമേൻ.